യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അവിടെയാണ് നമ്മൾ ലളിതാ സഹസ്രനാമം നിർത്തിയത്. കഴിഞ്ഞ ഒരു നാമങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ മഹാബുദ്ധി 223 മഹാബുദ്ധി എന്നാണ് പറഞ്ഞത്. ബുദ്ധി രൂപത്തിലാണ് ദേവി എല്ലാ പ്രാണികളിലും ഇരിക്കുന്നത്, അതുപോലെ ശക്തി രൂപത്തിലാണ് എല്ലാ പ്രാണികളിലും ഇരിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇനി അടുത്തത് 224 നാമം മഹാസിദ്ധി. മഹാസിദ്ധി എന്ന് പറയുമ്പോൾ മഹത്തായ സിദ്ധികളോട് കൂടിയവൾ. അപ്പോൾ എന്താണ് സിദ്ധി എന്ന് പറയുമ്പോൾ മഹാ ഐശ്വര്യം, സിദ്ധികൾ അഷ്ട ഐശ്വര്യങ്ങൾ എന്ന് പറയും. അതുപോലെ അണിമാതി അഷ്ടസിദ്ധികൾക്കും പ്രഭവസ്ഥാനം ദേവിയാണ്, അതാണ് മഹാസിദ്ധി. അപ്പോൾ ആചാര്യന്മാർ ഈ യോഗികളൊക്കെ അവരെ കൈവരിക്കുന്നതാണ് ഈ സിദ്ധികളെ. അണിമാതി സിദ്ധികൾ എന്ന് പറയും, അണിമ ഗരിമ മഹിമ എന്നൊക്കെ പറഞ്ഞ സിദ്ധികൾ. ആ സിദ്ധികൾക്കൊക്കെ അഷ്ടസിദ്ധികൾക്കും പ്രഭവസ്ഥാനം ദേവിയാണെന്ന് പറയുന്നു. അങ്ങനെ ആ മഹാസിദ്ധികളോട് കൂടിയവൾ എന്നും അർത്ഥമുണ്ട്. അഷ്ട ഐശ്വര്യങ്ങൾ, അഷ്ടസിദ്ധികൾ, അതും അണിമാതി സിദ്ധികൾ തന്നെയാണ്. അതിൻ്റെയും ഉദ്ഭവസ്ഥാനം ദേവിയാണ് എന്നും പറയുന്നു. അപ്പോൾ ഇനി അടുത്തത് 225 നാമം മഹായോഗേശ്വരേശ്വരി. അതായത് മഹായോഗേശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ്. ശിവൻ നിർവികൽപ്പ സമാധിയിൽ എപ്പോഴും ധ്യാനനിരതനായിരിക്കുന്ന ശിവഭഗവാനെയാണ് നമ്മൾ അധികവും കാണുക, കൂടുതൽ പിക്ചറിലൊക്കെ. അപ്പോൾ ശിവൻ്റെ എന്താ പറയുക, അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ദേവി ശിവൻ്റെ പകുതി ദേവിയാണ്. അപ്പോൾ ദേവിയും അപ്പോൾ ആ ഒരു മഹായോഗേശ്വരൻ്റെ പാതി ഭാഗം തന്നെയുള്ള അല്ലെങ്കിൽ ആ യോഗ അവസ്ഥയെ പ്രാപിച്ച ഈശ്വരിയായവൾ. അപ്പോൾ ആ യോഗേശ്വരനായ ശിവൻ എന്ന് പറയുമ്പോൾ ആ നിർവികൽപ്പ സമാധിയിലുള്ള ശിവൻ്റെ ആ ഒരു ശക്തി ആയിട്ടിരിക്കുന്ന ദേവി, അതാണ് അതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്നും പറയാം. അപ്പോൾ അഷ്ടാംഗ യോഗം എന്ന് പറയും യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അതാണ് അഷ്ടാംഗ യോഗത്തിലെ 8 പടികൾ. ആ 8 അംഗങ്ങളിൽ 8ാമത്തെ അംഗമാണ് സമാധി. ഈ സമാധിയുടെ പരമകാഷ്ഠയാണ് നിർവികൽപ്പ സമാധി. അപ്പോൾ സമാധിയിലിരിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും. അതിൻ്റെ ആ ഒരു നല്ല ഉയർന്ന തലത്തിലെത്തുമ്പോഴാണ് അതിനെ നിർവികൽപ്പ സമാധി എന്ന് പറയും. അപ്പോൾ ആ സ്ഥിതിയിലെത്തിയ യോഗി ഈശ്വര തുല്യനാണെന്ന് പറയും. നമ്മളെപ്പോഴും ശിവനെയൊക്കെ ആ ഒരു നിർവികൽപ്പ സമാധിയിൽ ധ്യാനാവസ്ഥയിലാണ് പല പിക്ചറുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് യോഗേശ്വരൻ എന്നാണ് ശിവൻ എന്ന് പറയും. അങ്ങനെയുള്ള യോഗിമാർക്കും ഈശ്വരിയായിട്ടുള്ള, അപ്പോൾ യോഗേശ്വരനായിട്ടുള്ള ശിവന് പോലും ഈശ്വരിയായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം. ദേവിയുടെ മഹാ അതിശയത്തെ, മഹിമയെയും അതിശയത്തെയും അത് വ്യക്തമാക്കുന്നു. ഇനി 226 നാമം മഹാതന്ത്ര. മഹത്തായ തന്ത്രങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ. അപ്പോൾ തന്ത്രം എന്നതുകൊണ്ട് കുലാർണവം, ജ്ഞാനാർണവം എന്നൊക്കെ തന്ത്രശബ്ദത്തെ കുറിക്കുന്നുണ്ട്. തന്ത്രങ്ങൾ പലതരത്തിലുള്ളതാണെന്ന് പറയുന്നു. ശങ്കരാചാര്യർ തന്നെ തന്ത്രങ്ങളെ 2 വകയായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 64 തന്ത്രങ്ങൾ പരിമിതമായ സിദ്ധികളെ മാത്രം നൽകുന്നവയാണ് എന്നും അവ 64 തന്ത്രമാർഗങ്ങൾ പറയുന്നുണ്ട്. അത് പരിമിതമായ സിദ്ധികളെ മാത്രം നൽകുള്ളൂ എന്നും ശാശ്വതമായ കൈവല്യം നൽകാൻ കഴിവുള്ളവയല്ല എന്നും ശങ്കരാചാര്യർ ഈ തന്ത്രങ്ങളെയൊക്കെ കുറിച്ച് വിശദമാക്കുന്ന അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ദേവിയുടെ ഈ തന്ത്രങ്ങൾ പൊതുവെ അല്പമാത്രമായ സിദ്ധികളാണ് കൊടുക്കുന്നത് എന്നും പിന്നെ പുരുഷാർത്ഥ സിദ്ധിക്ക് ഉതകാത്ത വിധം ആണ് എന്നും ദേവിയുടെ നിർബന്ധം കൊണ്ട് മഹാദേവനായ ശിവൻ നിർമ്മിച്ച ശ്രീവിദ്യ
പ്രതിപാദകങ്ങളായ 8 തന്ത്രങ്ങളുണ്ടെന്ന്. അപ്പോൾ ദേവി നിർബന്ധിച്ചതുകൊണ്ട് ശിവൻ നിർമ്മിച്ച ശ്രീവിദ്യ തന്ത്രം, അതായത് ശ്രീവിദ്യ രൂപത്തിലുള്ള 8 തന്ത്രങ്ങളുണ്ട് എന്നും, അപ്പോൾ ദേവിയുടെ തന്നെ ഈ തന്ത്രത്തെ ആണ് സ്വതന്ത്രം എന്ന് പറയുന്നത്. സ്വതന്ത്രം തന്ത്രങ്ങളിൽ മുഖ്യമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്ത്രത്തിന് അതീശ്വരിയാകയാൽ മഹാതന്ത്ര എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ അത് ജസ്റ്റ് വായിച്ചു എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അപ്രകാരമുള്ള തന്ത്രത്തിന് അതീശ്വരിയാകയാൽ ദേവി മഹാതന്ത്ര എന്ന് പറയുന്നു. അപ്പോൾ ഇനി മഹാമന്ത്ര 227 മഹത്തായ മന്ത്രത്തോടു കൂടിയവൾ. അപ്പോൾ ശ്രീവിദ്യ മന്ത്രമാണ് മഹത്തായ മന്ത്രമെന്നും പഞ്ചദശാക്ഷരി രൂപമാണ് ശ്രീവിദ്യ മന്ത്രമെന്നും, അതുപോലെ മന്ത്രശരീരം തന്നെയാണ് ദേവി മന്ത്രശരീരം തന്നെയാണ് ദേവി എന്നും നമുക്ക് ഇത് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് മഹാമന്ത്ര എന്നും പറയുന്നു. ആ നാമം അതുകൊണ്ടാണ് വരുന്നത്. അതായത് മഹത്തായ മന്ത്രത്തോടു കൂടിയവളെന്നും മന്ത്രശരീരം തന്നെയാണ് ദേവി എന്നും പറയുന്നു. ഇനി മഹാമന്ത്രസിദ്ധിക്ക് ഭക്തരെ പ്രാപ്തരാക്കുന്നവൾ എന്നും അതിൻ്റെ അർത്ഥമുണ്ട്. ഇനി യന്ത്രങ്ങളും മന്ത്രങ്ങളെ പോലെ തന്നെ നിരവധിയുണ്ട്. അപ്പോൾ ദേവി രൂപം തന്നെയാണ് ശ്രീചക്രം എന്ന യന്ത്രം. പിന്നെ മഹായന്ത്രങ്ങൾ ദേവി സ്വരൂപം തന്നെ ആകയാലും ആ യന്ത്രങ്ങളുടെ പൂജ ദേവി പൂജ ആകയാലും ദേവിക്ക് മഹായന്ത്ര എന്ന പേര്. അപ്പോൾ ശ്രീചക്രത്തെ പൂജിക്കുന്നവരുണ്ട്, ഈ ദേവി വിഗ്രഹങ്ങളെ അല്ലാതെ. അപ്പോൾ അത് ദേവി സ്വരൂപം തന്നെയാണെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ ആ യന്ത്രങ്ങളെ പൂജിക്കുന്നത് കൊണ്ട് ദേവി മഹായന്ത്ര എന്ന് പറയുന്നു. അപ്പോൾ തന്ത്രങ്ങളിൽ സ്വതന്ത്രമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ദേവിയുടെ തന്നെ തന്ത്രമാണ് സ്വതന്ത്രം എന്ന പദത്തിന് അർത്ഥം. സ്വതന്ത്രം തന്ത്രങ്ങളിൽ മുഖ്യമാണെന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്ത്രങ്ങളിൽ സ്വതന്ത്രമാണ് മുഖ്യം. അതുപോലെ തന്നെ മന്ത്രങ്ങളിൽ ശ്രീവിദ്യ മന്ത്രമാണ് ഏറ്റവും മുഖ്യം. യന്ത്രങ്ങളിൽ ഏറ്റവും മുഖ്യം ശ്രീചക്രം. അപ്പോൾ മന്ത്രങ്ങളിൽ ഏറ്റവും മുഖ്യം ശ്രീവിദ്യാമന്ത്രം, യന്ത്രങ്ങളിൽ മുഖ്യം ശ്രീചക്രം, അതുപോലെ തന്ത്രങ്ങളിൽ മുഖ്യം സ്വതന്ത്രം എന്നാണ് പറയുന്നത്. അങ്ങനെ സർവശ്രേഷ്ഠങ്ങളാണ് എന്നും ആചാര്യന്മാർ പറയുന്നു. ഇനി മഹാസന, മഹത്തായ ആസനത്തോടു കൂടിയവൾ എന്ന് പറയുന്നു. അതായത് ഭക്തന്മാരുടെ ഹൃദയം തന്നെ ദേവിയുടെ ആസനമാണെന്ന് പറയുന്നത്. കാരണം ഈ ആസനം എന്ന് പറയുമ്പോൾ ഇരിപ്പിടം. പിന്നെ അപ്പോൾ ദേവിയുടെ ഭക്തന്മാരുടെ മനസ്സിലാണ് ദേവി എങ്കിൽ ഭക്തന്മാരുടെ ഹൃദയം തന്നെ ദേവിയുടെ ഇരിപ്പിടമാണെന്ന് പറയുന്നു. മഹത്തായ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം, മഹാസന. ഇനി മൃഗരാജനായ സിംഹം ദേവിയുടെ ആസനമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പിക്ചറിലൊക്കെ. അതുകൊണ്ട് മഹാസന, മഹത്തായ സിംഹാസനത്തിൽ രാജരാജേശ്വരിയായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാലും മഹാസന എന്ന് പറയുന്നു. ഇനി മഹായാഗക്രമാരാധ്യ, മഹത്തായ യാഗങ്ങളെ കൊണ്ടും ആരാധിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ ആരാധ്യയായവൾ. ഇനി ഭണ്ഡാസുര വധ സമയത്ത് ദേവന്മാർ നടത്തിയ യാഗത്തെക്കുറിച്ച് പറഞ്ഞു. അതൊരു മഹത്തായ യാഗമായിരുന്നു. അപ്പോൾ ആ മഹത്തായ യാഗങ്ങളെ കൊണ്ട് ആരാധ്യയായവൾ എന്നാണ് മഹായാഗക്രമാരാധ്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെറിയ ശക്തികളെ പ്രസാദിപ്പിക്കാൻ ചെറിയ യാഗങ്ങൾ മതി. എന്നാൽ പരാശക്തിയായ മഹാദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് യാഗം നടത്തുമ്പോൾ മഹായാഗക്രമങ്ങളെ കൊണ്ട് ആരാധിക്കേണ്ടി വരും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദേവിയുടെ പാർശ്വവർത്തിനികളായ 64 യോഗിനികളുടെ പൂജ ഉൾപ്പെടുന്ന യാഗത്തിനെയാണ് മഹായാഗം എന്ന് പറയുന്നത്. മഹായാഗം ഉടനടി ഫലം നൽകുമെന്നും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ടാണ് മഹായാഗക്രമാരാധ്യ എന്ന് പറയുന്നത്. ഇനി മഹാഭൈരവ പൂജിത, സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമായ പരമേശ്വരനാണ് ഭൈരവൻ.
ആ ഭൈരവനെ തന്നെ ആണ് മഹാ എന്ന വിശേഷണം കുറിക്കുന്നത്. ആ ഭൈരവൻ പോലും ദേവിയാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് മഹാഭൈരവ പൂജിത, മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവളായ ദേവി. അപ്പോൾ ദേവിയുടെ സ്ഥാനം മഹാഭൈരവനിൽ നിന്നും മുകളിലാണ്. അപ്പോൾ ദേവി മഹാഭൈരവനാലും പര്യായ ശക്തിയായിട്ട് ദേവിയെ ഭൈരവ പൂജിതയായിട്ട് മനസ്സിലാക്കാം. ഇനി മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി, അതായത് മഹാപ്രളയകാലത്ത് മഹേശ്വരൻ ചെയ്യുന്ന മഹാതാണ്ഡവത്തിന് സാക്ഷിണിയായവൾ. പ്രളയകാലത്ത് ആ ഒരു സംഹാര രൂപത്തിൽ എല്ലാത്തിനെയും സംഹരിക്കുന്ന ഭഗവാൻ അവസാനം താണ്ഡവ നൃത്തം നടത്തുമ്പോൾ സാക്ഷിയായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല, എല്ലാം ഭഗവാനിൽ ലയിക്കുകയും ദേവി മാത്രമേ സാക്ഷിയായിട്ടുണ്ടാവുകയുള്ളൂ എന്നും ആ ദേവിക്ക് നാശമുണ്ടാവില്ല എന്നും ദേവി ഈ പ്രളയത്തിനും എല്ലാ സർവനാശത്തിനും ദേവി അതീതയാണ് എന്നും പറയുന്നതാണ് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. മഹേശ്വരൻ മഹാകൽപ്പത്തിൻ്റെ അവസാനത്തിൽ മഹാതാണ്ഡവം നടത്തുമ്പോൾ സാക്ഷിണിയായിട്ട് അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന ദേവി എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ദേവി വിശ്വാതീതയായ ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു, ഭഗവാനെ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. മഹാദേവിക്ക് ഇത്രയും ഭാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. തത്സത്. നന്ദി, നമസ്കാരം.